അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. എല്ലാവരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ സ്നേഹക്കൂട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമളാൻ അതിൻ്റെ ആ പുണ്യ ദിനങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ റമളാനിൽ ഒരുപാട് ഖുർആനിൻ്റെയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്താറുള്ളത്. ആ രൂപത്തിൽ തന്നെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹക്കൂട്ടിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ സയ്യിദ് സാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, പല പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ആൾക്കാരെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു ഹാപ്പിനെസ് തേടി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളത് അല്ലേ? എവിടെ നോക്കിയാലും ആളുകൾക്ക് സന്തോഷം കിട്ടണം. ഒന്നുകൂടി പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലാണ് ആളുകളെല്ലാവരും. അതൊരു സന്തോഷം നൽകുന്നതാണ് എന്നാണ് പലപ്പോഴും വിചാരിക്കാറുള്ളത്. പക്ഷെ ഒരു ആന്തരിക സുഖം, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക, സ്വാഗതം ചെയ്യണം. എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ജോലി ചെയ്യുന്നത്, കാര്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം രണ്ട് രൂപത്തിലുള്ള സന്തോഷം, സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലൊന്ന് ഈ ദുനിയാവിലുള്ള ഭൗതിക ജീവിതത്തിലുള്ള സന്തോഷമാണ്. രണ്ടാമത്തത് മരണത്തിന് ശേഷം ലഭിക്കേണ്ട സന്തോഷം. ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതും റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ദുനിയാവിൽ ഹസനത്തും പരലോകത്ത് ഹസനത്ത്, ഈ രണ്ട് ഹസനത്തുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നർ ഹാപ്പിനെസ്, നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവണമെങ്കിൽ അത് തരേണ്ടത് അള്ളയാണ്, സൃഷ്ടാവാണ്. അപ്പം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു വഖാറത്ത്, ആ ഒരു ഗൗരവം, അള്ളാഹുവിനോടുള്ള ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ് അല്ലേ? ഉദ്കുറൂനി അദ്കുർക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മെ സംബന്ധിച്ച് നല്ല സംസാരം മലക്കുകളുടെ മുമ്പിൽ വെച്ച് നടത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവെ സംബന്ധിച്ച് നല്ല സംസാരങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനെ ആ ഭാഗ്യം കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് ഇന്നർ പീസ്, ഇന്നർ ഹാപ്പിനെസ്, ഇതൊക്കെ കിട്ടണമെങ്കിൽ അത് തരേണ്ട ആൾ അള്ളയാണ്. അപ്പോൾ അള്ളാഹു അത് തരാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ, യോഗ്യത എന്ന് പറഞ്ഞാൽ, അള്ളാഹുവോടുള്ള നമ്മുടെ ലിങ്ക്, അള്ളാഹുവോടുള്ള നമ്മുടെ ബന്ധം സുദൃഢമാക്കുക എന്നുള്ളതാണ്. റമളാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി അതല്ലേ? അതായത് അള്ളാഹിനോടുള്ള അടിമയുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും കൂടുതൽ അടുത്തതാക്കാനും പറ്റുന്ന ആരാധനാ കർമ്മങ്ങളാണ് റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നർ ഹാപ്പിനെസ് സ്വന്തം നഫ്സിൽ നിന്ന് കിട്ടേണ്ടതാണ്. ആളുകൾ സാധാരണ സന്തോഷം കണ്ടെത്താൻ വേണ്ടി മറ്റ് പല മാർഗങ്ങളും തേടുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, പുറത്തുള്ള ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നത് എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാപ്പിനെസ് ഹോർമോൺസ്, ഹാപ്പിനെസ് കെമിക്കൽസ്, അതാണ് ഭൗതികമായി നമ്മുടെ ശരീരത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരാൾ സ്പിരിച്വലി എൻലൈറ്റൻഡ് ആകുമ്പോൾ, ആത്മീയമായി ഉത്കൃഷ്ടമായ ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ,
അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തോഷം അത് ലാസ്റ്റിംഗ് ഹാപ്പിനെസ്സാണ്, നൈമിഷികമല്ല. അപ്പം നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢപ്പെടുത്തുമ്പോൾ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹുവിന് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കണം, ഈ ഒരു ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പല നല്ല പ്രവർത്തനങ്ങളിലും എൻഗേജ് ചെയ്യും. ഇത് നമ്മുടെ ഹാപ്പിനെസ് ലെവൽ വർദ്ധിപ്പിക്കും. അപ്പോൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് ആ നമസ്കാരത്തിൽ കൂടി ലഭിക്കുന്ന ഒരു ആത്മചൈതന്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇന്നർ ഹാപ്പിനെസ് എന്നുള്ളത് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം നന്നാക്കുക. ആ ബന്ധം നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് ശുക്ർ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് നന്നാക്കുമ്പോഴാണ് റിയൽ ഹാപ്പിനെസ്, ഒരു സ്വന്തം നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ആദ്യം ആമുഖത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, തേടുന്നവരാണ്, അന്വേഷിക്കുന്നവരാണ്. പക്ഷേ അത് കിട്ടുന്നതിന് വേണ്ടി ഏത് മേഖലയാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അവിടെയാണ് നാം ഏവരും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും സുദൃഢമാക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ധന്യമായ അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ എന്നുകൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ടതാണ്. ഓക്കെ സാർ, അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സ്വന്തത്തിനെ കെയർ ചെയ്യുക, സെൽഫ് കെയർ. അപ്പോൾ സെൽഫ് കെയർ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രബലമായ സുന്നത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന ഘട്ടത്തിലുള്ള പ്രാർത്ഥന പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചോ? അതായത് നിത്യജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏത് സന്ദർഭത്തെയും ഏത് വിഷയത്തെയും ഇസ്ലാമിക മാനങ്ങളിൽ കൂടി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥന വരുന്നുണ്ട്. നമ്മൾ ഒന്നാമതായി പ്രാധാന്യം കൊടുക്കേണ്ടത് സെൽഫ് കെയറിനാണ്. അവിടെ ദന്ത ശുദ്ധി വരുത്തുക, പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രബലമായ സുന്നത്താണ് പല്ല് തേക്കുക എന്നുള്ളത്. 5 നമസ്കാരത്തിൽ 5 നേരമുള്ള നിസ്കാരത്തിൽ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് പ്രയാസകരമല്ലായിരുന്നെങ്കിൽ മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്നതിൻ്റെ, ദന്തം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. വുളു എടുക്കുക എന്നുള്ളത്, വുളുവിൽ ജീവിക്കുക എന്നുള്ളത്. വുളുവിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ നന്മയാണ്. കാരണം വുളു നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വുളുവിൽ കൂടി പാപരഹിതമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മലക്കുകളുടെ പ്രാർത്ഥനയിലും അനുഗ്രഹങ്ങളിലും നമ്മൾ പങ്കാളികളാകുന്നു. അതുപോലെ നിത്യജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അതൊരു പരിചയമാണല്ലോ. ഇപ്പോൾ നമ്മൾ റമദാനിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവോട് അടുക്കുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ്. കാരണം പല ഘട്ടങ്ങളിലും നമ്മൾ നിസ്സഹായരാണ്. ചില രോഗങ്ങളൊക്കെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്ന ആളുകൾ 5, 6, 7 ഡോക്ടേഴ്സിനെ കാണുകയാണ്. എന്നിട്ടും രോഗം എന്താണ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ ആരോഗ്യമുള്ള അവസ്ഥയിൽ അള്ളാഹു ചെയ്തു നൽകുന്ന ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക, അള്ളാഹുവോട് ആശ്വാസമുള്ള ഘട്ടത്തിൽ കൂടുതൽ, സന്തോഷമുള്ള ഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. ദുരിതമുള്ള ഘട്ടത്തിൽ മാത്രമല്ല, പ്രയാസമുള്ള ഘട്ടത്തിൽ ഉറപ്പായിട്ടും മനുഷ്യൻ പ്രാർത്ഥിക്കും. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നല്ല അവസ്ഥയിൽ, സന്തോഷമുള്ള അവസ്ഥയിൽ കൂടുതൽ അള്ളാഹിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഈ സന്തോഷമുള്ള ഘട്ടത്തിൽ അള്ളാഹുവെ മറക്കാതിരിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക എന്നുള്ളത്, ദിക്റുള്ള, അള്ളാഹിനെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കും. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. അപ്പോൾ അള്ളാഹുവുമായി ഏറ്റവും നല്ല ആ ഒരു ബന്ധം, ആത്മബന്ധം സ്ഥാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാവുന്ന ഫീല് നിർഭയത്താണ്, ഫിയർലെസ്നെസ്സാണ്. ഇന്ന് പല ആളുകൾക്കും പലതിനെയും പേടിയാണ് അല്ലേ. ആ പേടിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മുക്തമാക്കണം. അതാണല്ലോ മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം.
മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ, കീഴൊതുക്കുമ്പോൾ അയാൾക്ക് അള്ളാഹു നൽകുന്ന ഒരു നിർഭയത്വമുണ്ട്. ആ നിർഭയത്വം മരണം വരെ ആസ്വദിക്കാൻ വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്നതാണ്. പ്രയാസമുള്ള ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കാൻ, സന്തോഷമുള്ള ഘട്ടത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ. അതാണ് അജബുല്ലി അംറിൽ മുഅ്മിൻ എന്ന ഹദീസിൻ്റെ ചുരുക്കം. വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. കുല്ലുഹു ലഹു ഖൈർ എന്ന് പറഞ്ഞപ്പോൾ, അവനെല്ലാം ഖൈറാണെന്ന് പറഞ്ഞപ്പോൾ, പ്രയാസമുള്ള ഘട്ടത്തിൽ അവനെന്ത് ചെയ്യും? ക്ഷമ അവലംബിക്കും. അതവനക്ക് നന്മയാണ്. എന്നാൽ സന്തോഷമുള്ള ഘട്ടത്തിൽ കൂടുതൽ അള്ളാഹുവിന് നന്ദി കാണിക്കും. അതും നന്മയാണ്. അപ്പം നന്ദി കാണിക്കുക, അള്ളാഹിനെ ധാരാളമായി സ്മരിക്കുക എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. കൂടെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കണം. വ്യായാമങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തിനെക്കുറിച്ച്, കുതിര സവാരിയെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. അമ്പെയ്ത്ത് എന്നുള്ളത് ആ ഒരു സംഗതി ഒരാൾ പഠിക്കുന്ന ഘട്ടം, അയാളുടെ ആയോധന കലകൾ എന്താണെങ്കിലും അവിടെയൊക്കെ തന്നെ ശരീരത്തോട് നമുക്കൊരു ധർമ്മമുണ്ട്, മനസ്സിനോട് ധർമ്മമുണ്ട്. അപ്പോൾ അതൊക്കെ നിർവഹിക്കുമ്പോൾ അത് നമുക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഒക്കെ സന്തോഷം വർദ്ധിപ്പിക്കുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, സെൽഫ് കെയർ എന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ എന്തായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവിടെ നിങ്ങൾ ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു വിശ്വാസി തൻ്റെ നിത്യജീവിതത്തിൽ പുലർത്തേണ്ട A to Z കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ല, അവിടെ ചോദിക്കുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വന്ന ആളുകൾ ദന്തശുദ്ധീകരണത്തിന് പ്രാധാന്യമോ, ബാത്റൂമിൽ പോകുമ്പോൾ പ്രാർത്ഥനയോ, അങ്ങനെ ഓരോ കാര്യങ്ങളും. അഥവാ ഇതൊക്കെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതൊരു വലിയൊരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ അത്ര ഗൗരവകാരം, അതൊരു യാന്ത്രികതയിൽ ഇങ്ങനെ പോകുന്നു എന്നതിനപ്പുറം എൻ്റെ റസൂൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതിലൂടെ എനിക്കൊരു ഹാപ്പിനെസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും സാധിക്കും എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, കൈ കഴുകാൻ പറഞ്ഞു. അപ്പം ഇന്ന് കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നിഷ്കർഷിച്ച വിഷയം എന്താണ്? ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത് അല്ലേ. ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത് നമ്മളോടുള്ള ഒരു കൽപ്പനയാണല്ലോ. അവിടെ വുളു എടുക്കുന്ന സന്ദർഭത്തിൽ ആ വുളുവിൻ്റെ ഏറ്റവും പ്രഥമമായ ഒരു അവയവമാണ് കൈ. ആ കൈ കഴുകുക എന്നുള്ളത്, അത് സോപ്പിട്ട് കഴുകുക എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ലോപിച്ചിട്ടുണ്ടെങ്കിൽ അതും വിമുക്തമാക്കുക എന്നുള്ളതാണ്. 5 നേരം പിന്നെ വുളു എടുക്കുന്ന ഒരാൾ, നിസ്കരിക്കുന്ന ഒരാളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്, 5 നേരം ഒരു പുഴയിൽ പോയി ഒരാൾ കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ മാലിന്യം ഉണ്ടാവുമോ അല്ലേ. അപ്പോൾ ക്ലൻലിനെസ് അല്ലെങ്കിൽ വൃത്തി, വെടിപ്പ്, ചിട്ട, സമയനിഷ്ഠ അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരാളോട് നമ്മളൊരു മീറ്റിങ്ങിന് ഇത്ര മണിക്ക് വരും എന്ന് പറഞ്ഞു, ആ പറഞ്ഞിട്ട് ആ കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാളും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കും. നേരെ മറിച്ച് 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് 8:30 എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അയാളുടെ മുമ്പിൽ താഴേണ്ടി വരും. അല്ലെങ്കിൽ പറയണം ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് ലേറ്റ് ആയത്, എക്സ്ക്യൂസ് പറയണം. അപ്പോൾ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുന്നത്തുകൾ കൊണ്ടുവന്നാൽ മതി. നിസ്കാരം എന്നുള്ള പ്രവർത്തനം ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ്. അപ്പോൾ ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് സഡൻ വന്ന് അങ്ങോട്ട് നിസ്കരിക്കാനല്ലല്ലോ പറഞ്ഞത്. നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നു, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള 10-15 മിനിറ്റ് അതൊരു പ്രിപ്പറേറ്ററി ടൈമാണല്ലോ. നിസ്കാരത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും ഒരാൾ ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല, ആ നിസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വ്യാപ്തി അല്ലെ. ഒരാളുടെ മയ്യത്ത് നമസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ഖൈറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് എന്താണ് ഒരു ഖൈറാത്ത്. അപ്പോൾ ഉഹുദ് മലയോളം വലിയ പ്രതിഫലം മയ്യത്ത് നിസ്കാരം അതിൽ പങ്കെടുക്കുന്നതിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കുകയാണ്. കാരണം എൻ്റെ സഹോദരനായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണ പ്രക്രിയയിൽ, മയ്യത്ത് നമസ്കാരത്തിൽ, പ്രാർത്ഥനയിൽ, ഇതിലൊക്കെ എനിക്ക് പങ്കെടുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ആ സഹോദരനെ അവസാനം കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ അവർക്ക് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്
അതുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഈ അടുത്ത് മുഹമ്മദ് മദനി, നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ, മരണപ്പെട്ട വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ വായിച്ചു. അതിൽ ആ മരണത്തിന് ശേഷം ആ പ്രക്രിയയിലും ആ മയ്യത്ത് സംസ്കരണത്തിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുടെ പേരുകൾ അവിടെ പരാമർശിച്ചു. ഇത് ഇത്രയും ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി, ആ പ്രിയ പണ്ഡിതന് വേണ്ടി ദുആ ചെയ്തു, നമസ്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ആ മക്കൾക്ക്, കുടുംബത്തിനുണ്ടാക്കുന്ന ഒരു ആത്മനിർവൃതി അല്ലേ. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുക, മയ്യത്തിനെ സന്ദർശിക്കുക, ഇതൊക്കെ തന്നെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു തരം പുച്ഛഭാവം ഇന്നുള്ള പുതുതലമുറക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് വർദ്ധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതൊരു സുന്നത്തും അത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല അല്ലേ. ഇപ്പോൾ വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഇടത് കൈ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ പറഞ്ഞല്ലോ, എനിക്ക് കഴിയൂല. അപ്പോൾ റസൂൽ അദ്ദേഹത്തിന് എൻ്റെ എതിരിൽ അവിടെ ദുആ ചെയ്യുന്നുണ്ട്, എന്താണ്, നിനക്കങ്ങനെ കഴിയാതിരിക്കട്ടെ. അത് ചെറിയ സംഗതിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നില്ലല്ലോ. അപ്പോൾ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ വാനലോകത്ത് നിന്ന് മലക്ക് കൊണ്ടുവന്ന വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് വളരെ സീരിയസ് ആയി നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. അത് നമുക്ക് സന്തോഷം തരുന്നതാണ്. അപ്പോൾ അത്തരം ഒരുപാട് ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു വലിയ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഒപ്പമുള്ള പരാതി എന്താണെന്ന് വെച്ചാൽ സന്തോഷം കിട്ടുന്നില്ല. സന്തോഷം എങ്ങനെ കിട്ടുക? സന്തോഷം കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ കൂടി വലിയ സന്തോഷങ്ങളിലേക്ക് എത്തണം. അത് നമ്മൾ നിസ്സാരമായി കാണരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ ചെറിയ പാപങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി സഹാബികൾക്ക് നൽകിയത് ഓർമ്മയിൽ വരികയാണ്. ഒരു താഴ്വരയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എല്ലാവരോടും ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ കുന്ന്, ഒരു പർവ്വതം പോലെ അത് ഉയരും. അപ്പം അത്ര സീരിയസ് ആണത്. അപ്പോൾ നമ്മൾ അത് സുന്നത്തല്ലേ എന്നുള്ള രീതിയിൽ നിസ്സാരമാക്കി തള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സമഗ്രതയെ ബാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം തൊട്ട് മരണം വരെ, പ്രവാചകനായ ആ ഘട്ടം മുതൽ മരണം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങൾ മുഴുവൻ നമുക്ക് ആ ഹിദായത്ത് നൽകാനാണ് അല്ലേ. ആ പ്രവാചകനെ തള്ളുക എന്ന് പറഞ്ഞാൽ, തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ആ സുന്നത്തിനെ നിസ്സാരമായി കാണുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം എടുക്കാനില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് വലിയ പഠനം നമ്മൾ നടത്തിയാലും നമ്മളുടെ പഠനമൊക്കെ അവിടെ ചെറുതാവുകയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത്രത്തോളം നമുക്ക് മഹത്വമുള്ളതാണ്. സുന്നത്തുകളോടുള്ള നമ്മുടെ സമീപനം അത് നന്നാക്കിയാൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളിലേക്ക് എത്തുകയും അത് വലിയ സന്തോഷത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പലപ്പോഴുമെങ്കിലുമൊക്കെ നമ്മളൊക്കെ എടുക്കാറുള്ള ചില സമീപനങ്ങൾ അത് ഇന്നതല്ലേ, അതിപ്പോൾ വേണോ, അല്ല, അങ്ങനെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായി മാറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് സുന്നത്തിനോടുള്ള നമ്മുടെ സമീപനങ്ങൾ, സുന്നത്തുകളോടുള്ള നമ്മുടെ സമീപനങ്ങൾ എന്താണ്, അവ എടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ, ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. റസൂൽ പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. റസൂൽ എന്നത് മാലോകർക്ക് എല്ലാവർക്കും അള്ളാഹു കാരുണ്യമായി നിയോഗിച്ച അള്ളാഹുവിൻ്റെ ദൂതനാണ്. ആ ദൂതൻ മനുഷ്യർക്ക് നന്മ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഓരോ മുത്തുമണികളാണ് ഹദീസ് രൂപത്തിൽ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ മുത്തുമണികളെ ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഇൻ്റേണൽ ഹാപ്പിനെസ്, ഇന്നർ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്.
സാർ ഇനി ഇത് ഹദീസിൻ്റെ സമീപനമായി അള്ളാഹുവിനായിട്ടുള്ള ബന്ധമായി ഇതൊക്കെ നന്നാക്കി തീർത്താൽ സന്തോഷം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളോട് ഉള്ള നമ്മുടെ സമീപനം അത് ഒരു വലിയ വിഷയമാണ്. കാരണം ഒരാളോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുഞ്ചിരിക്കാതെ അവരെ അവഗണിച്ച് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, അശ്രദ്ധ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വായിക്കാവും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സ് എൻഗേജ് ചെയ്യുന്ന ഘട്ടത്തിലാവും ഒരാൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്നത്. അത് അവഗണിക്കുന്നത് മുഖേന ആ വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരാളോട് ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കുക, നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന അബദ്ധമാണ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കുക എന്ന് പറയും. അയാൾ ചിലപ്പോൾ നമ്മുടെ വിളി കാത്തിരിക്കാവും. അപ്പോൾ ആ വാക്ക് നമ്മൾ ലംഘിക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ആ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് അയാളത് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാനത് വിളിക്കേണ്ടതുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധമാണല്ലോ. നമ്മളെ ജീവിതത്തിലുടനീളം നമ്മൾ ഒരുപാട് അമാനത്തുകൾ കീപ്പ് ചെയ്യേണ്ടവരാണ്. അപ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യമായി കാണാതെ വലിയ വലിയ കാര്യമായിട്ട് നമ്മൾ കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ തിന്മകളെ പിന്നെ അവരുടെ മുകളിൽ ഒരു വലിയ പർവ്വതം വീഴാൻ കാത്തിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് സഹാബികൾ കണ്ടത്. ഇന്ന് നമ്മളത് കാണുന്നത് എന്താണ്? നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ കൂടി ഒരു ഈച്ച പാറിപ്പോയ നിസ്സാരതയിലാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റി നമ്മുടെ ചിന്തകൾ നന്നാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക, ആളുകളുമായിട്ടുള്ള സുഹബത്ത്, അവരുമായിട്ടുള്ള സഹവാസം, അത് നന്നാക്കാൻ നമ്മൾ നന്നായി പരിശ്രമിക്കുക തന്നെ വേണം. കാരണം കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബോധ്യമായാൽ ഉടനെ തിരുത്താനുള്ള ശ്രമം, അത് ഓപ്പണായി സംസാരിച്ചാൽ തന്നെ തീരും. ചിലപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ഗീബത്ത് എന്ന് പറഞ്ഞില്ലേ, ആ ഗീബത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ആരും അതിൽ നിന്ന് മുക്തരല്ല. അപ്പോൾ ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, ആളുകളൊക്കെ നമ്മൾ അറിയാതെ തിന്നുപോയിട്ടുണ്ടെങ്കിൽ, തിന്നുപോകാമെന്ന് ഞാൻ ബോധപൂർവമാണ്. കാരണം ഒരാളുടെ മയ്യത്ത് അവിടെ കിടക്കുകയാണെങ്കിൽ ആ മയ്യത്തിനെ അല്ലേ അത് നമ്മൾ എടുക്കുമോ എന്ന് ചോദിച്ചില്ലേ, അത്ര മോശപ്പെട്ട ഒരു സംഗതിയാണ് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അയാളുടെ അസാന്നിധ്യത്തിൽ അത് പരാമർശിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ഉള്ള ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നാവിൻ്റെ തിന്മകളാണ്. അപ്പോൾ സമാധാനവും സന്തോഷവും എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടാനുള്ള ഏക പോം വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അതിലൊന്ന് നാവാണ്, 2 ഗുഹ്യ അവയവമാണ്. ഈ 2 കാര്യങ്ങളെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഇപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടി ഒരാൾ പോകുമ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം അയാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാണ്, തെറ്റാണ്. ഫോർ ദി ടൈം ബീങ്, കുറച്ച് സമയത്തെ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പക്ഷെ ആ കർമ്മം നിർവഹിക്കപ്പെടുന്നതോടുകൂടി അയാളുടെ ഉള്ളിൽ പുകയുന്നത് കുറ്റബോധമാണ്. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ചത് എൻ്റെ ഭാര്യയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ചതിയാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയാണ്. ഈ ഒരു കുറ്റബോധം അയാളെ നിരന്തരം വേട്ടയാടും. ഇപ്പോൾ പോൺ സൈറ്റുകളിൽ കൂടി, വീഡിയോസിൽ കൂടി, നഗ്നമായ ചിത്രങ്ങളിൽ കൂടി ഞാൻ നിരന്തരം കണ്ണോടിക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, നീ ചെയ്യുന്നത് വ്യഭിചാരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയാണ്. നേരെ മറിച്ച് ആ സമയത്തെ പൈശാചികതയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു ജിഹാദ് ചെയ്ത് ഒരു പോരാട്ടം നടത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ മാത്രം നമ്മുടെ മനസ്സിനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഹാപ്പിനെസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹിനായിട്ടുള്ള ബന്ധങ്ങൾ, റസൂലിനായിട്ടുള്ള ബന്ധം, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ അല്ലേ, ആ ഒരൊറ്റ ഹദീസിൻ്റെ ഒരു ആശയ വിശാലത ഒന്ന് പരിശോധിച്ച് നോക്കൂ.
ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. അഥവാ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം. അതിലേറ്റവും എന്താ പറയുക, ദുരന്തമാവാറുള്ളത് നമ്മുടെ നാവാണ്. മറ്റൊന്നാണ് ഗുഹ്യാവയവം. അത് രണ്ടിനെക്കുറിച്ചും റസൂൽ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ജാമ്യം നിൽക്കുന്ന ആരാണോ അവർക്ക് സ്വർഗം കൊണ്ട് ഞാനും ജാമ്യം നിൽക്കുന്നു എന്നാണല്ലോ. അപ്പം അതെങ്കിൽ ആ രൂപത്തിൽ വ്യക്തിബന്ധത്തിനെ നന്നാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ മനസ്സിന് ഒരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇപ്പോൾ കടന്നു വരും, ആ കടന്നു വരുന്ന ആളെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അപ്പം അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 1-2 സഹാബികൾ പോകുന്നുണ്ട് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഫോളോ ചെയ്ത് അപ്പോൾ അവരൊന്നും പ്രത്യേകിച്ച് ഇവർ ചെയ്യുന്നതിൽ അപ്പുറമുള്ള കർമ്മങ്ങളൊന്നും ഇദ്ദേഹം ചെയ്യുന്നതായിട്ട് അവർ കാണുന്നില്ല. അപ്പോൾ പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൂടുതൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് ആരോടും എന്തില്ല, പക, വിദ്വേഷം, ഗില്ല്. അതായത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരാളോടും ഗില്ലില്ലാതെ ഉറങ്ങാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്കൊക്കെ കൈമാറുന്നുണ്ട്. അതായത് നമ്മുടെ പറയുന്നതിൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കൊന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പലരോടും പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അവനെ അന്ന് എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ ഓന അന്ന് എന്നോട് ഇന്ന രീതിയിൽ സംസാരിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. ഈ രൂപത്തിൽ പണ്ടെങ്ങോ സംഭവിച്ച ഒരു തെറ്റിൻ്റെ വിഷയത്തിൽ ആ ഒരു പക, ആ ഒരു പ്രതികാര ബുദ്ധി വർഷങ്ങളായിട്ട് മനസ്സിൽ കാത്തു കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട് സമൂഹത്തിൽ. അത് സത്യത്തിൽ രോഗമാണ്. അത് അയാൾക്കല്ല നഷ്ടം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഷമീം സാഹിബിനോട് ഞാൻ പക, വിദ്വേഷം, കുശുമ്പൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങളത് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ എന്നോടെന്തോ ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ പക കൊണ്ട് നടക്കുകയാണ്. കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സ് രോഗിയാവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എൻ്റെ ലൈഫിലും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം എന്ന പ്രാർത്ഥന, ഒരാളോട് ഗില്ലില്ലാതിരിക്കാൻ, പക, വിദ്വേഷം, അസൂയ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അത് നമുക്ക് ഇൻറ്റേർണൽ ഹാപ്പിനെസ് തരും. ഫോർഗീവ്നെസ് കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. എത്ര നമ്മെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും, എത്ര മോശമായിട്ട് നമ്മെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കത് മാപ്പാക്കി തന്നിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് നമുക്ക് ഇൻറ്റേർണൽ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കും. മറ്റുള്ള ആളുകളോടുള്ള അല്ലേ അസൂയ, വിദ്വേഷം, അസൂയയെക്കുറിച്ചൊക്കെ റസൂല് പഠിപ്പിച്ചത് അത് വിറകിനെ എങ്ങനെയാണോ തീ തിന്നുന്നത് അതുപോലെ നന്മകളെ കാർന്നു തിന്നതാണ് അസൂയയും വിദ്വേഷവും പകയും ഒക്കെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അസൂയ, മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശമായ ചിന്തകൾ, വിദ്വേഷങ്ങൾ, ഇതൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെയാണ് രോഗികളായി മാറുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇല്ലില്ലാതെ, കളങ്കമില്ലാതെ, നിഷ്കളങ്കമായ മനസ്സായിട്ട് ആളുകൾ തെറ്റുകൾ ചെയ്താലും പുറത്തു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നതിലൂടെയൊക്കെ ഹാപ്പിനെസ് വർദ്ധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒരാൾ മരണപ്പെടാൻ കാത്തിക്കണ്ട. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ ഈ സംഘടനയിലൊക്കെ ഉള്ള ഈ ഭിന്നിപ്പ് നമ്മൾ ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഭിന്നിപ്പുണ്ടായി, അത് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചല്ലോ ഭിന്നിപ്പില്ലാതിരിക്കാൻ. അപ്പോൾ അതിൽ അള്ളാഹ് എന്തോ ഒരു ഖൈറ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 3, 4, 5% വിഷയത്തിലേ ഈ ഭിന്നിപ്പുണ്ടാവുള്ളൂ. 90% നമുക്ക് ഐക്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ വ്യക്തിയിലുണ്ടല്ലോ, അത് അയാളുടെ ഒരു പ്ലസ് പോയിൻ്റ് ആണല്ലോ. ഇനി ആദർശപരമായിട്ട് എത്ര എതിർ ചേരിയിലുള്ള ആളാണെങ്കിലും അയാളൊരു വ്യക്തിയാണ്, അയാളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് നസീഹത്ത് നമുക്ക് വേണം. അയാൾ ദീനിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം നമുക്ക് വേണം. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അപ്പോഴല്ലേ നമ്മുടെ ദീന് പൂർത്തിയാവുള്ളൂ. അത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ആ പകയുമായിട്ട് നടക്കുകയാണ്, പിന്നെ അയാളെ കുറ്റപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമുക്ക് ദോഷമല്ലേ. അതല്ല മനിൽ മുഫ്ലിസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കില്ല നിങ്ങളിൽ ആരാണ് പാപ്പർ.
ആ പാപ്പറിൻ്റെ ഡെഫിനിഷൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പാപ്പറായ വ്യക്തി നന്മ ചെയ്യാത്ത ആളോ ഇബാദത്ത് ചെയ്യാത്ത ആളോ ഒന്നുമല്ല, എല്ലാറ്റിലും മുന്നിലെ സഫിൽ നിന്ന ആൾ തന്നെയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരാളെ അപമാനം ക്ഷതപ്പെടുത്തിയിട്ടുണ്ട്, ഒരാളുടെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട്, തിന്മകൾ കൂടി ആ നന്മൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതാ പ്രശ്നം. അപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം, നന്മ ഒരുപാട് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ നന്മ ഒക്കെ ചെയ്യുന്നതിന് കൂടെ തന്നെ തിന്മകൾ അതിൻ്റെ അപ്പുറത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കരുതി തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള തിന്മകളാണ്. മറ്റൊന്ന്, നമ്മുടെ ചുറ്റുപാടും നല്ല വ്യക്തികളെ കൊണ്ട് സറൗണ്ട് ചെയ്യുക എന്നുള്ളത്. സുഹബത്ത് നന്നാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ടോക്സിക്കായ ഫസാദും ഫിത്തനയും വെറുപ്പുൽപാദന കേന്ദ്രങ്ങൾ, കുറേ മനുഷ്യന്മാർ അതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സാണ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ചില ആളുകൾ വെറുതെ അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കും, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ ഈ വെറുപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കരുത്. നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ പരലോകത്ത് നമുക്ക് ഖൈർ ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന, ഇൽമ് വർദ്ധിപ്പിക്കുന്ന അത്തരം നല്ല വ്യക്തികളുമായി, പണ്ഡിതന്മാരുമായിട്ട്, നമ്മേക്കാൾ മുതിർന്ന നല്ല വിവരമുള്ള ആളുകളുമായിട്ടാണ് നമ്മളെപ്പോഴും കണക്ഷൻ വരുത്തേണ്ടത്. നമ്മളേക്കാളും ഡീഗ്രേഡഡായ ഇൽമില്ലാത്ത ആളുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഓരെല്ലാ ജഹാലത്തും നമ്മളിലേക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മളെപ്പോഴും വിശാലത ഉള്ള, വിവരമുള്ള നല്ല പണ്ഡിതന്മാരുടെ, അതുപോലെ തന്നെ നല്ല വ്യക്തികൾ, പണ്ഡിതന്മാർ മാത്രമല്ല നല്ല ഒരുപാട് വ്യക്തികളുണ്ട്, അവരായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഭക്തിയിലും നല്ല സൂക്ഷ്മതയിലുമാണ് അവർ ജീവിക്കുന്നത്. ചിലപ്പോൾ അവർ താടി വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഈ എല്ലാം ആ ഒരു ഇതിൽ കാണരുത്. അയാൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ സുഹബത്ത് കൊണ്ട് അയാൾ താടിയിലേക്ക് വരും. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അദ്ദേഹം താടി വെക്കാത്തത്. പക്ഷെ ആ വ്യക്തി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാവും. അയാൾക്ക് ഈ സുന്നത്ത് കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തുണ്ടാവും? ദറജ വർദ്ധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അയാൾ അതാണ് ഇതാണെന്ന് പറയാതെ അയാളിലുള്ള നന്മ കാണുകയും നമ്മൾ അത്തരം നന്മകളുള്ള ആളുകളുടെ കൂടെ ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് വർദ്ധിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ നിങ്ങൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, മഹാനായ മൂസ അലൈഹിസ്സലാം ഫറോവയുടെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ ഖുർആനിൽ. ഫറോവ പറഞ്ഞാൽ ഏറ്റവും വലിയ ധിക്കാരിയാണ്. പക്ഷേ പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹു നിയോഗിക്കുകയാണ്. ആ പോകുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പലപ്പോഴും ആവർത്തിക്കാറുള്ളത് അല്ലേ? റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ വഹലുൽ ഉഖ്ദത മിൻ ലിസാനി എന്നാണ്. ഫറോവയുടെ അല്ലെങ്കിൽ ഫിറഔൻ്റെ ഹൃദയവിശാലതയ്ക്ക് അല്ല മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. എന്താണ്? അള്ളാഹുവേ, ഞാൻ നീ പറഞ്ഞതനുസരിച്ച് ഫിറൗൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ധിക്കാരിയാണ് അവൻ. അപ്പോൾ ആ ഫിറൗൻ എങ്ങനെയാണ് പ്രവർത്തിക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിന് വിശാലത തരണേന്നാണ് ഒരു വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണത്. എപ്പോഴും നമ്മൾ ആളുകളെ കുറിച്ച് ഓന അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്, ഓൻ ശരിയാവില്ല, ഓന് വേറെ, അത് നമ്മൾ അള്ളാഹ്ക്കല്ലത് അറിയുള്ളൂ. നമ്മൾക്കൊരാളെ ജഡ്ജ് ചെയ്യാനുള്ള വല്ല ഇതുണ്ടോ? അദ്ദേഹവും അള്ളാഹും തമ്മിലുള്ള ലിങ്ക് സ്ട്രോങ് ആണോ വീക്കാണോ എന്നൊക്കെ അദ്ദേഹത്തിനും അള്ളാഹ്ക്കും അറിയുള്ളൂ. നമ്മൾ ജഡ്ജ് ചെയ്യണ്ട. ആളുകളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും നിയോഗിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യമാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും സന്തോഷം നഷ്ടപ്പെടാറുള്ളത് നമ്മൾ വിചാരിച്ച കാര്യം മറ്റുള്ളവരിൽ നിന്ന്, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരാവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളാവാം, ഇവരുടെ അടുത്ത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ ഹരിബറിയാവും. അവിടെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാമിൻ്റെ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചത്. അതോ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കുക എന്നതിലപ്പുറം ഞാൻ എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ എനിക്കതിന് സാധിച്ചല്ലോ, ബാക്കി എൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ അതൊരു ഇൻറ്റേർണൽ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനുള്ള കാരണമാവും എന്നുള്ളതാണ്. സർ, ഇനി ഇതിൻ്റെ അഡീഷനായിട്ട് നമുക്ക് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യണം. എല്ലാവരും എല്ലാ സന്ദർഭത്തിലും എന്താവില്ല, ഹാപ്പി ആവില്ല. ചിലപ്പോൾ ക്രോധം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഈർഷ്യ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, മനുഷ്യനായതുകൊണ്ടേ. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഒരു സഹാബിയെ ഉപദേശിച്ചത് ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അപ്പോൾ കൺട്രോൾ അവർ ഇമോഷൻസ്.
ഈ ഇമോഷൻസിൽ നമ്മൾ പലതും പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, ഒരു സത്യവിശ്വാസിയുടെ നാവ് എപ്പോഴും അയാളുടെ ഹൃദയത്തിൻ്റെ പിന്നിലാണെന്ന്. ഒരു സത്യവിശ്വാസിയുടെ, അയാൾ വിവേകിയാണ്, വിവേകമുള്ള വയസ്സായ ഒരാളാണ്. എന്നാൽ സത്യവിശ്വാസിയല്ലാത്ത ഒരാളുടെ നാവ് എപ്പോഴും മുന്നിലാണ്. അതായത് ചിന്തിച്ച് പ്രവർത്തിക്കുക, ചിന്തിച്ച് പറയുക, പ്രവർത്തിച്ചതിന് ശേഷം ചിന്തിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ പാറ്റേൺ. അപ്പോൾ നമ്മൾ നടത്തുന്ന പല കാര്യങ്ങളും പരാജയപ്പെടുന്നത് നമ്മുടെ വികാരം കൊണ്ടുള്ള സംസാരങ്ങളാണ്. ഇപ്പോൾ ഒരു തർക്കം ഒരിടത്ത് നടക്കുമ്പോൾ അവിടെ പോയിട്ട് അഭിപ്രായം പറയുന്നതിന് മുമ്പ് അവിടെ വൈകാരികതയാണ് ജ്വലിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വികാരത്തിൽ എരുതി കണ്ണൊഴിക്കുന്നതിന് തുല്യമാവും. അപ്പോൾ ചിലപ്പോൾ അവിടെ മൗനമായിരിക്കും ഏറ്റവും നല്ല ആയുധം. എല്ലായിടത്തും നമ്മൾ സംസാരിക്കേണ്ടതില്ല അല്ലേ. ഇനിയിപ്പോൾ ഒരു തർക്കവും കലഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമാവുന്നത് വരെ നമ്മൾ കാത്തിരുന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ വലിയൊരു പോയിന്റ് എനിക്ക് തോന്നിയത്, നമ്മൾ മുഷാവറ ചെയ്യണം കാര്യങ്ങൾ. അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സംഘടനാ ജീവിതത്തിലൊക്കെ നമ്മൾ മുഷാവറ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അത് മൈലേജ് ഉള്ളതാണ്. നമ്മൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനത്തെക്കാളും കൂടുതൽ കഴമ്പുള്ളത് ആ മുഷാവറയുടെ തീരുമാനമാവും. അപ്പോൾ ആ മുഷാവറ എന്നുള്ളത് നമ്മളെ കുടുംബ സംവിധാനത്തിൽ ഇൻറ്റേർണൽ ഹാപ്പിനെസ് ഉണ്ടാക്കും. ഇപ്പോൾ ഭാര്യയോട് കൂടി ആലോചിക്കുക, മക്കളോട് കൂടി ആലോചിക്കുക. തീരുമാനം നമുക്ക് എടുക്കാം. തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ഭാര്യ ആശ്വസിക്കും, എന്നോടും കൂടി ആലോചിച്ചിട്ടുണ്ട്, മക്കളോടും കൂടി ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അൻസിലുന്നാസം അനാസിലോ എന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും അവരവരുടെ ആ ഒരു സ്ഥാനം കൊടുക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ താഴെക്കിടയിലുള്ള ആളുകൾ ചിലപ്പോൾ ഏറ്റവും നല്ല അഭിപ്രായങ്ങളും ഏറ്റവും നല്ല കാര്യങ്ങളും പറഞ്ഞേക്കാം. ചിലപ്പോൾ നമ്മേക്കാളും ടോപ്പ് ലെവലിലേക്ക് അവരെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത നമുക്ക് വേണം അല്ലേ. ഫാഖത്തിൽ മീദ് അൽ ഉസ്താദ് എന്നൊരു പ്രയോഗമുണ്ട്. ഉസ്താദിനെ ചിലപ്പോൾ വിദ്യാർത്ഥി അതിജയിക്കും. ചില ഘട്ടത്തിൽ ഒരു പണ്ഡിതനുള്ള, ഒരു മുഅല്ലിമിനുള്ള അറിവിനേക്കാളും വലിയ അറിവ് ആ സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായേക്കും. അപ്പോൾ എന്നെക്കാളും ഇയാൾ ഒരിക്കലും ഉയരാൻ പാടില്ല എന്ന് നമ്മൾ വെക്കാതെ അയാളെ ഉൾക്കൊള്ളാനുള്ള വിശാലത. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ടീച്ചറാണ്. അപ്പോൾ അതിൽ എനിക്ക് അഭിമാനമാണല്ലോ, എൻ്റെ വിദ്യാർത്ഥി ഇപ്പോൾ നല്ലൊരു പൊസിഷനിലെത്തുമ്പോൾ എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് അഭിമാനിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ മാത്രമാണ് എല്ലാറ്റിലും ഓക്കെ, വേറെ ആരും ഓക്കെ അല്ല. എല്ലാവർക്കും അള്ളാഹു വ്യത്യസ്ത കഴിവുകൾ കൊടുത്താണ്. എല്ലാവരുടെയും കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ അല്ലേ. ഒക്കെ വൺ സെൻറ്റേഡ് ആവാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞ മാതിരി ചില ആളുകൾ ചില സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാൾ പോകുന്നതോടുകൂടി പിന്നെ എല്ലാം അതോടുകൂടി അസ്തമിച്ചു. അതല്ല, അതിൻ്റെ ഒരു ശൃംഖല ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും വേണം. അപ്പോഴാണ് എന്തുണ്ടാവുക. ഈ പീസ് റേഡിയോ എന്നുള്ള സംവിധാനം ആലോചിച്ച് നോക്കൂ. അതിൻ്റെ 1-2 ബ്രെയിൻസ് ഉണ്ടാവും. അവർ പോകുന്നതോടുകൂടി ഈ സംവിധാനം ഇല്ലാതാവരുത്. അപ്പോൾ എന്ത് വേണം, നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടൊരു ടീമിനെ അത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയ ബാങ്കുകളാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നമുക്കുണ്ട്. അതിന് തന്നെ ഇവിടെ നേരമില്ല. അതിൻ്റെ ഇടയിലാണ് ആളുകൾ ഈ ഫിത്തന അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ മരണമാണ് സംഭവിക്കുക. മരണം എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സില്ലാതെയല്ലോ. എത്ര കൊതിക്കുന്നുണ്ട് ഓരോ ആളുകൾ. ഇപ്പോൾ സ്നേഹക്കൂട് കണ്ടിട്ട് മാറ്റങ്ങളുണ്ടായ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരാളുടെ പ്രാർത്ഥന, ഒരു മാറ്റം മതി നമ്മുടെ ഈ ഉദ്യമം വിജയിക്കാൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. നല്ല ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകിയ ബഹുമാനനായ സയസറോട് നന്ദി അറിയിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കൂടുതൽ അറിവുകൾ നേടാനും അത് പകർന്നു കൊടുക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ആ പരീക്ഷണങ്ങളെയൊക്കെ നേരിട്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാനുള്ള അവസരം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ, ഭാര്യമാരിൽ കൺകുളിർമ നൽകുമാറാവട്ടെ. കുടുംബത്തിൽ സന്തോഷമുണ്ടാകട്ടെ.
അള്ളാഹു നമ്മളിൽ നിന്നും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പുറത്തു തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടാവണം, സ്നേഹക്കൂടുണ്ടാവണം എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.